ഹലോ ഫ്രണ്ട്സ്, എഗെയിൻ വെൽക്കം ടു അപ്പൂസ് വ്ലോഗ്സ്. അപ്പോൾ ഞാൻ ഇന്ന് കുറച്ച് നല്ല ടിപ്സുമായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ വെറുതെ കളയുന്ന ചിരട്ട കൊണ്ട് നമുക്ക് ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഈ ചൂട് കാലത്ത് നമ്മുടെ വീട്ടിൽ ഇപ്പോൾ എ സി ഇല്ലാത്ത വീടുകളൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ അവർക്കൊക്കെ നല്ല എ സിയിൽ കിടക്കുന്ന അതേ ഒരു കൂളിൽ തന്നെ നമുക്ക് ഉറങ്ങാൻ പറ്റുന്ന നല്ലൊരു സൊല്യൂഷനായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രദ്ധിക്കണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടപ്പുറത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ഇനേബിൾ ചെയ്യുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ചിരട്ട കൊണ്ട് ഒന്നല്ല കുറേ ഉപകാരങ്ങളുണ്ട് നമുക്ക്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം തന്നെ വീഡിയോയിലോട്ട് പോവാം. അപ്പം ഞാൻ ആദ്യം തന്നെ ഇവിടെ ഒരു ചിരട്ട എടുത്തിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ ഒരു ചിരട്ട എടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യം ചിരട്ട എടുക്കുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ട് ഒരു നല്ല ഡ്രൈ ആയിട്ടുള്ള ക്ലോത്ത് കൊണ്ട് തുടച്ചിട്ട് എടുക്കണം, അല്ലെങ്കിൽ ഉണക്കിയിട്ടെടുത്താലും മതിയാവും. അപ്പോൾ ഞാനിവിടെ ആദ്യം തന്നെ ഒരു ചിരട്ട എടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ ചിരട്ടയ്ക്ക് ഒരു ഹോൾസ് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ഹോൾ ഇടുന്നുണ്ട്. ഇതിൽ നല്ല സെൻറ്ററിലായിട്ട് ഇടുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അപ്പോൾ നമുക്ക് സെൻറ്ററിലിടാൻ കുറച്ച് വിഷമമായിരിക്കും. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഇതിൻ്റെ സൈഡിൽ നമുക്ക് ഇതിൻ്റെ മുൻഭാഗത്ത് സൈഡിലായിട്ട് ഒരു എളുപ്പത്തിൽ ഹോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗമുണ്ട്. അതിലോട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കത്തിയോ കത്രികയോ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സാധനം കൊണ്ട് നമുക്ക് നമ്മുടെ പാക്കറ്റ് വെളിച്ചെണ്ണ വാങ്ങിച്ചിട്ട് നമ്മൾ ഇതുപോലുള്ള ബോട്ടിലേക്ക് മാറ്റുന്ന സമയത്ത് നമ്മുടെ വെളിച്ചെണ്ണയ്ക്ക് തൂവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് ബോട്ടിലിൻ്റെ പുറത്തൊക്കെ ആകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്നും ആവാതെ ഫുള്ള് വെളിച്ചെണ്ണയും നമ്മുടെ ബോട്ടിലേക്ക് എളുപ്പത്തിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഒഴിച്ചെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ടിപ്പാണിത്. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ എടുത്തിട്ട് ഇതുപോലെ വെച്ചിട്ട് അതിന് ശേഷം നമ്മൾ ഈ ബോട്ടിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. പാക്കറ്റ് വെളിച്ചെണ്ണ ഇതിലോട്ട് ഒഴിക്കുമ്പോൾ പുറമെ എവിടെയും ആവാതെ തന്നെ ഫുള്ളായിട്ട് നമ്മുടെ ബോട്ടിലോട്ട് തന്നെ പോകും. അപ്പോൾ പുറത്തോ അല്ലെങ്കിൽ ബോട്ടിലിൻ്റെ പുറത്തോ അല്ലെങ്കിൽ സീറ്റിലോ എവിടെയും ആവാതെ നല്ല രീതിയിൽ തന്നെ നമുക്കിത് ബോട്ടിലോട്ട് മാറ്റാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഈ ട്രിപ്പൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ടിപ്പ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഇതുപോലെ ഇപ്പോൾ കുറേ വെളിച്ചെണ്ണ, ഇത്രയും വെളിച്ചെണ്ണയൊന്നും നമുക്ക് എളുപ്പത്തിൽ തീരൂല. ഏകദേശം നമുക്ക് ഒരു മാസത്തിനടുത്തൊക്കെ എത്തും. അപ്പം നമ്മൾ ഇതുപോലെ ഒഴിച്ച് വെക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് കൈ തട്ടിയിട്ടോ നമ്മൾ പാചകം ചെയ്യുന്ന സമയത്തോ എങ്ങനെയെങ്കിലും നമ്മുടെ കൈ തട്ടിയിട്ട് ഇതുപോലെ വെളിച്ചെണ്ണ സീറ്റിലോ എവിടെയെങ്കിലും തറയിലായി എന്ന് വിചാരിക്കുക. അപ്പോൾ ആ സമയത്ത് നമ്മൾ ആദ്യമൊക്കെ ചെയ്യൽ നമ്മൾ ലിക്വിഡ് ഒഴിച്ചിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഫസ്റ്റിലൊരു ക്ലോത്ത് എടുത്തിട്ട്. അപ്പോൾ ഇനി അങ്ങനെയൊന്നും ചെയ്യണ്ട. നമ്മൾ ഇതുപോലെ വെളിച്ചെണ്ണ തൂവി കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ കുറച്ച് ഗോതമ്പ് പൊടി എടുത്തിട്ട് നമ്മൾ എവിടെയാണോ ഓയിൽ വീണിട്ടുള്ളത് അല്ലെങ്കിൽ വെളിച്ചെണ്ണ വീണിട്ടുള്ളത് ആ ഒരു സ്ഥലത്ത് നമ്മളിതുപോലെ ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ഒരു ക്ലോത്ത് എടുത്തിട്ട് അതൊന്ന് തുടച്ചെടുത്ത് കഴിഞ്ഞാൽ അവിടെ എണ്ണമയം ഒട്ടും ഉണ്ടാവില്ല. ഒട്ടും ഉണ്ടാവില്ല. അത്രയും ക്ലീനായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ കുട്ടികളൊക്കെ ഇങ്ങനെ വെളിച്ചെണ്ണ മറിക്കുകയോ അല്ലെങ്കിൽ നമ്മളുടെ കയ്യിൽ നിന്ന് തന്നെ ഇങ്ങനെ ആവുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് എല്ലാവരും ചെയ്ത് നോക്കണം. അപ്പോൾ ഈ ടിപ്പ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ നല്ല ക്ലീൻ ആയിട്ടുണ്ട്. ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് ആ ഗോതമ്പ് പൊട്ടി എടുത്തിട്ട് ഈ ക്ലോത്ത് കൊണ്ട് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ തുടച്ചെടുക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് അപ്പോഴേക്ക് തന്നെ നല്ല രീതിയിൽ ക്ലീനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി അടുത്തതായിട്ട് നമ്മളിതുപോലെ കുറേ വെളിച്ചെണ്ണയൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ 1 ലിറ്റർ വെളിച്ചെണ്ണയൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ കുറേ നാൾ നമുക്ക് ഉപയോഗിക്കണം. പക്ഷേ കുറേ നാൾ കഴിയുമ്പോൾ നമുക്കൊരു കാറിൻ്റെ ഒരു ടേസ്റ്റ് വ്യത്യാസം വരും നമ്മുടെ വെളിച്ചെണ്ണയ്ക്ക്, അല്ലെങ്കിൽ സ്മെല്ലൊക്കെ മാറ്റം വരും. അപ്പോൾ അത് ഉണ്ടാവാതിരിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് കല്ലുപ്പ് എടുത്തിട്ട് വെളിച്ചെണ്ണയിലോട്ട് ഇട്ട് കൊടുത്താൽ മതിയാവും. പൊടിയുപ്പ് ഇടരുത്, പ്രത്യേകം ശ്രദ്ധിക്കണം. കല്ലുപ്പ് തന്നെ ഇടാൻ വേണ്ടി ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ ഇതുപോലെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ വെളിച്ചെണ്ണ എങ്ങനെയാണോ നമ്മൾ പുതിയതായിട്ട് വാങ്ങുമ്പോൾ ആ ഒരു സ്മെല്ലും കാര്യങ്ങളിൽ തന്നെ നമ്മുടെ വെളിച്ചെണ്ണ തീരുന്നത് വരെയും നമുക്ക് ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ 1 ലിറ്റർ വെളിച്ചെണ്ണയൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് അടുത്തത് ഉപയോഗിക്കുമ്പോഴേക്കും നമ്മുടെ ഒരു ബോട്ടിലൊക്കെ നല്ല കാറലിൻ്റെ മണം ഉണ്ടാവും. അപ്പോൾ നമുക്ക് വീണ്ടും ആ ബോട്ടിലോട്ട് വെളിച്ചെണ്ണയൊന്നും ഒഴിക്കാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ഇതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ബോട്ടിൽ തന്നെ നമുക്ക് സ്ഥിരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ടിപ്പ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഫ്രണ്ട്സിനോട് റെക്കമെൻഡ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. കമൻറ്റിലൂടെ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുകയും വേണം. ഇനി അടുത്തതായിട്ട് നമുക്ക്
ഞാനിപ്പോൾ ഇവിടെ 2 ചിരട്ട എടുത്തിട്ടുണ്ട്. ചിരട്ട നിറച്ചും വെള്ളവും എടുത്തിട്ടുണ്ട്. ഇതെന്തിനാണ് ഞാനിങ്ങനെ എടുത്തിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പാത്രത്തിലാണ് ഞാൻ ഈ 2 ചിരട്ടയും വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നമ്മളടുത്ത് കുറച്ച് വലിയ ഒരു പ്ലാസ്റ്റിക് ഡബ്ബ ഇതുപോലെ ഉണ്ടെങ്കിൽ നമുക്ക് 3 അങ്ങനെ എത്ര വേണമെങ്കിലും ചിരട്ട വെച്ച് കൊടുക്കാം. എന്ന് വെച്ചാൽ നമ്മുടെ ഫ്രീസറിൽ കൊള്ളുന്ന തരത്തിൽ നമുക്ക് എത്രയാണോ വെക്കാൻ പറ്റുക അത്രയും വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിൽ നിറച്ച് ഞാൻ വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഈ വെള്ളം എന്തിനാണ് എടുത്തിട്ടുള്ളതെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഭയങ്കര ചൂടുള്ള സമയമല്ലേ. അപ്പോൾ ഈ സമയത്ത് നമ്മളിപ്പോൾ പകലൊക്കെ ഫാൻ അല്ലെങ്കിൽ രാത്രിയിലൊക്കെ ഫാൻ ഇട്ടിട്ട് ഉറങ്ങുന്ന ഒരു 5 മിനിറ്റ് കറണ്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ചൂടെടുത്തിട്ട് ഭയങ്കരമായിട്ട് വിയർത്തൊലിക്കുക. അപ്പോൾ അതിനുള്ള നല്ലൊരു സൊല്യൂഷനായിട്ടാണ് ഞാൻ വന്നത്. ഞാനിപ്പോൾ ഈ ഒരു പാത്രത്തിൽ, ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പാത്രത്തിൽ 2 ചിരട്ടയിൽ നിറച്ച് വെള്ളം വെച്ചിട്ട് എന്തിനാണെന്ന് വെച്ചാൽ നമുക്കിതൊന്ന് ഫ്രീസ് ചെയ്യാൻ വെക്കണം. നല്ല രീതിയിൽ ഐസ് കട്ടയാകുന്ന തരത്തിൽ അത്രയും സമയം നമ്മൾ ഫ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ ഞാനിതൊന്ന് ഫ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രീസറിലോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ കുറേ മണിക്കൂറുകൾക്ക് ശേഷം ഞാനിതെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതെടുത്തിട്ട് എന്താ വേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ എൻ്റെ ശരിക്ക് ഒന്ന് നല്ല രീതിയിൽ കട്ടയായിട്ടുണ്ട്, ഒന്ന് ചെറിയ രീതിയിൽ ഒരു ഇതുണ്ട്. പക്ഷേ നമ്മൾ നല്ല കട്ടയായിട്ട് തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഞാനിപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് വീഡിയോ എടുക്കുന്ന സമയത്ത് കുറച്ച് ഇതായതാണ്. അപ്പോൾ ഇനി നമ്മൾ ഇതുപോലെ ഒരു പാത്രത്തിൽ ഈ ഡബ്ബയൊന്ന് വെച്ച് കൊടുക്കുക. ഇനി ഈ ഡബ്ബ നമ്മുടെ ബെഡ്റൂമിൽ നമ്മൾ എവിടെയാണോ നമുക്ക് ഇതാകുന്നത്, അപ്പോൾ നമ്മുടെ ഫാനിൻ്റെ നേരെ താഴെ, അതിൻ്റെ നേരെ ചോട്ടിൽ വേണം നമ്മൾ ഈ ഒരു പാത്രം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഫാൻ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. നമ്മുടെ ബെഡ്റൂമിൽ ഫാനിൻ്റെ നേരെ താഴത്ത്. ഇപ്പോൾ ഞാനൊരു സ്റ്റൂളിൻ്റെ മുകളിലായിട്ടാണ് ഇത് വെച്ചിട്ടുണ്ട്. ഈ പാത്രം, സ്റ്റീൽ പാത്രം എന്തിനാണ് വെച്ചതെന്ന് വെച്ചാൽ, അപ്പോൾ ഇത് മെൽട്ടാകുന്ന സമയത്ത് ഇതിൻ്റെ വെള്ളം ഊറ്റിയിട്ട് നമ്മുടെ നിലത്താവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ട്രൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളെന്തിനാ ചിരട്ടയിൽ ഇതുപോലെ വെച്ചിട്ടുള്ളത് എന്ന് വെച്ചാൽ, സ്റ്റീലിൻ്റെ പാത്രത്തിലോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഡബ്ബയിലോ ആണ് ഐസ് കട്ടയാവാൻ വെച്ചതെങ്കിൽ പെട്ടെന്ന് മെൽട്ടാവാൻ സാധ്യതയുണ്ട്. ചിരട്ടയിലാകുമ്പോൾ നമുക്ക് കുറേ മണിക്കൂർ ഈ ഐസ് കട്ട അതുപോലെ തന്നെ വെക്കും. അത് മാത്രമല്ല, നമ്മളിത് ഫാനിൻ്റെ ചോട്ടിലിങ്ങനെ വെച്ച് നമ്മുടെ റൂമിന് നല്ലൊരു കൂളായിട്ട്, നല്ലൊരു ഫ്രഷ് കൂള് ആയിട്ട് വരും. ഇപ്പോൾ നമ്മൾ AC റൂമിൽ നമ്മൾ കയറുന്ന സമയത്ത് നമുക്ക് എങ്ങനെയാണോ നല്ല തണുപ്പുണ്ടാകുക ആ ഒരു രീതിയിൽ തന്നെ ഉണ്ടാകും. ഞാനിപ്പോൾ ഡോറൊക്കെ ക്ലോസ് ചെയ്തിട്ട് ഒരു അരമണിക്കൂറിന് ശേഷം ഞാൻ ഇതുപോലെ ഒന്ന് തുറന്ന് നോക്കിയതാണ്. ആ തുറക്കുന്ന സമയത്ത് ഞാൻ കയറുന്ന സമയത്ത് നമ്മളിപ്പോൾ നമ്മുടെ റൂമിൽ AC റൂമിലൊക്കെ നമ്മൾ കയറുമ്പോൾ ആ തണുപ്പ് എങ്ങനെയാണോ അതേ രീതിയിലുള്ള നല്ലൊരു കൂൾ തന്നെയുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം നമുക്ക് ഇടയ്ക്ക് വെച്ചിട്ട് കറണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പേടിക്കാനൊന്നും ഉണ്ടാവില്ല. നമ്മൾ റൂം എപ്പോഴും കൂളായിട്ടുണ്ടാവും. അതുപോലെ കറണ്ട് ബില്ലൊക്കെ കുറക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഇത് സഹായിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ നല്ല നല്ല വീഡിയോസായിട്ട് ഉടനെ വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.